അല്ല വന്നിട്ട് ഓറ് പറഞ്ഞ് ഇത് അകത്ത് കുറച്ച് പണിയുണ്ട്, ഒരളവെടുക്കുവോ നോക്കുവോ എന്നിട്ട് പണി തുടങ്ങിക്കോന്ന് പറഞ്ഞു. ആ പണിക്ക് പോയപ്പോ അവിടെയാണ് അങ്ങനെ ഉള്ളിൽ പോയി എന്ന് പറഞ്ഞ് ബാത്റൂമിന്റെ അടുത്താണ്. ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട് ടൈൽ ഇളകിയതാന്ന് അതിന്റെ അളവെടുക്കുന്നിട്ട് നോക്കുമ്പോ ബാത്റൂമിന്റെ അടുത്ത് പോയാലും ടൈലൊന്നും ഇളകിയിട്ടില്ല. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി, അത് ടൈലെല്ലാം ഇളകീനി, വർക്ക് ഇളകി. എന്നിട്ട് ഓറന്നെ എന്നാ പറയണ്ട, ഞാനൊന്നും ചെയ്തില്ല. അന്നെ ഊപ്പടങ്ങ പിടിച്ച് നേരെ അടുത്തത് ലിവറിലേക്ക് പിടിച്ച്. എന്നിട്ട് പറഞ്ഞ പണി ടൈൽസിന്റെ അളവെല്ലാം നമുക്ക് നാളെ എടുക്കാം, ഇപ്പൊ നമുക്ക് ഒന്ന് കളിക്കാം. ഞാൻ പറഞ്ഞ് എനിക്ക് പണി തീരണ്ട്, അതിനെപ്പറ്റി നീ പേടിക്കണ്ട, എനിക്ക് എന്റെ കൂലി കിട്ടിയാ പോരെ എന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ ആടെ വേറെ എങ്ങോട്ടും പോയില്ല, ആടെ ബാത്റൂമിൽ തന്നെ കുളിച്ചോണ്ടും കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഷവറിന്റെ ഓണാക്കി അങ്ങനെ കഴിയും. കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ അതിനോട് തന്നെ പറയണ്ടേ, അങ്ങനെയല്ല ഇല്ല. അങ്ങനെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുമ്പോ പുറത്തുനിന്ന് കോളിംഗ് ബെല്ല്. അതാ ഞാനിവിടെ പേടിച്ചിട്ടിരിക്കുന്നു. കോളിംഗ് ബെല്ല് രണ്ടാളും നനഞ്ഞിട്ടല്ലേ ഉള്ളു, എനക്കും പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനെ ഇവറും നനഞ്ഞിട്ടുള്ള ഒന്നുമില്ല, കളീന്റെ സമയല്ലേ. അപ്പൊ അവിടെ എങ്ങനെയുള്ള വാരി പിടിച്ച് ഇതുപോലെ എടുത്ത് നേരിട്ട് ഓടി. ഞാനിപ്പോ ആരോ വന്ന് പുറത്ത് സംസാരിക്കുന്നുണ്ട്, ആരാന്നും അറിയില്ല. കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലേ? കാര്യങ്ങള് കളി തുടങ്ങിയാണ്, പക്ഷെങ്കില് തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാം അവസാനിക്കുന്നില്ല. ഇനിയിപ്പോ ആധാരാന്നറിയില്ല, ഇവിടെ കുടുംബക്കാരങ്ങാനാണോ ഞാനിങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്ന ഒന്നോട്ട് ബമ്മിനുമില്ല. അല്ല എന്നാ പെട്ടേന്നറിയില്ല. ഇനി എന്തെങ്കിലോ നല്ല മൂഡില് വന്നേന്, കളീന്റെ മൂഡില് വന്നേന്ന് അവരും. ഇതുപോലെയായല്ലേ ഒന്നുമില്ലാതെ അവസ്ഥ? ഒന്നുമില്ലാതെ അവസ്ഥയല്ല, ആന്നാനും അങ്ങനെ പറയുന്ന ഒന്നുമില്ലാതെ അവസ്ഥയല്ല. പെണ്ണുങ്ങളെങ്ങനെ കാണാനും ഞാനങ്ങനെ പറയണ്ടേ, അനുവിനെ പോലെ തന്നെ നന്നായിട്ട് കളിക്കാനെല്ലാം അറിയാം. ഒരുമിച്ച് കളിക്കാൻ ആളില്ലാത്ത പ്രശ്നമേ ഉള്ളൂ. നല്ലോണം കളിക്കാൻ പലയിടത്ത് വരുന്നില്ലല്ലോ. അല്ല അത് വരായ ഓരോ സമയം ഒത്തു വരായിട്ടല്ലേ, ഇതിപ്പോ ഇവിടെ പണിക്ക് വന്നല്ലേ. ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇവർ ചെയ്യിക്കുന്ന ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. ഗൾഫിലാണ്, കുറേയായി ഇവരും വന്നിട്ട്. പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കും, പൈസക്ക് ഒരു ക്ഷാമവും ഇല്ല, ഇഷ്ടംപോലെ പൈസയുണ്ട്. അതുകൊണ്ട് വീട്ടിലിങ്ങനെ ഓരോരോ പണിയെടുക്കും. പഴയ ടൈൽസ് എല്ലാം കുത്തിപ്പൊളിച്ച് മാറ്റിട്ട് അന്ന വിളിക്കും, എന്നിട്ട് ടൈൽസ് വെപ്പിക്കും. ഇപ്പൊ ഇതുമായി. അപ്പൊ നീ മാത്രമായിരിക്കില്ല, അപ്പൊ ഈ പണിയെടുക്കുന്ന എല്ലാരും ആയിട്ടുണ്ടോ? എല്ലാരും ഇവിടെ പണിക്കാ ഇവർ അന്ന മാത്രമേ വിളിക്കൂ. എല്ലാം വിളിക്കുവോ? നീ ടൈൽസ് അല്ലേ വെക്കൂ? ടൈൽസിന്റെ പണി തന്നെയാണ് എടുപ്പിക്കുക. അല്ല ബാക്കിയുള്ള പണി ഉണ്ടാവൂല്ലോ വീട്ടില്, അങ്ങനത്തെ ഒന്നും അധികം ആളെയും വിളിക്കുന്നതാണെന്നില്ലല്ലോ. ഈ ടൈൽസിന്റെ പണിക്ക് മാത്രമാണ് എടുപ്പിക്കാറ്. അത് അന്ന് ഞാനുമായിട്ട് സംസാരിച്ചാലാണ് എന്നെ തന്നെ വിളിക്കുന്നിപ്പോ. ഇഷ്ടായത് അതറിയില്ലായിരിക്കും. പിന്നെ ശരിക്കും അനുവിനെ കാണും പോലെ തന്നെ ഉണ്ട് കേട്ടോ, കളിക്കുമ്പല്ലോ. പുറത്തു വരുവാ, അയാള് പോവായിരുന്നു. എന്നോട് പറഞ്ഞ് കുടുംബക്കാരൊന്നും ആയിരിക്കൂല, നോക്കട്ട് ചിലപ്പോ ഇത് കറണ്ടിന്റെ ബില്ല് വന്നായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസിന്റെ ആയിരിക്കും പറഞ്ഞാണ് അതിന്റെ കൂടെ. എന്തെന്നായാലും കളിക്കുന്നിടക്കായതുകൊണ്ട് അങ്ങനെയല്ലേ ഉണ്ടാവുക. കളിയെല്ലാം പോയില്ലേ? ആദ്യം തുടങ്ങണ്ട. അതിപ്പോ തന്നെ വിടുവൊന്നുമില്ല, വന്നാൽ എന്തായാലും
എന്നോട് പറഞ്ഞ കുടുംബക്കാരൊന്നും എല്ലാവരും കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വരേണ്ട കുടുംബക്കാരൊന്നുമില്ല. ആ ധൈര്യത്തിലല്ലേ ഞാൻ നിന്നെ അകത്തേക്ക് നീ വിളിക്കുന്നത്. നീ ഒന്നും കൂടി നോക്ക്. അല്ല, അത് നോക്കേണ്ടി വരും. പക്ഷെ ഇപ്പൊ നീ അനുവിന്റെ ഫോണ് വരുമ്പോ ഞാൻ ഫോണ് സൈലന്റിലാക്കി. നീ നോക്കുമ്പോ എന്റെ കൈമന്നെ ഉള്ളതുകൊണ്ടാണ് കണ്ടത്. അതും കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ല, ഞാൻ ഫോണ് സൈലന്റ് ആക്കിയിട്ട് ഇവിടെ പണിക്ക് വെക്കലുള്ളൂ. അപ്പൊ നീ ഇനി എന്റെ അടുത്ത് എപ്പോ വരുവാ? അനുവിന്റെ അടുത്ത് ഞാൻ എപ്പ വരണ്ടേ? ഇതിപ്പോ ഞാൻ എനക്കുള്ള എന്റെ പണീനെക്കാളും തിരക്കി പീനായിപ്പോയല്ലോ. വീടൊന്നും വിടുന്നില്ല, അനുവും വിളിക്കുന്നു. എനിക്ക് നല്ലതല്ലേ, എനിക്ക് ആദ്യം ഒന്നും അറിയില്ലല്ലോ, ഇപ്പൊ എല്ലാം അറിയാലോ. ഇപ്പൊ നിങ്ങളുടെ തന്നെ രണ്ടാൾക്ക് ഞാൻ നന്നായിട്ട് നല്ല പണി പഠിച്ച് നല്ല കളിക്കാരനായി മാറി എന്ന് വേണം പറയാൻ. പറഞ്ഞു ഇവരോ അനുവിനെ പോലെ ആണെങ്കിലും കളീന്റെ അകത്ത് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അതിന് മാറ്റം അപ്പൊ അനക്ക് ഇനി നീ വന്നാ കാണിച്ചു തരണം കേട്ടാ. അത് കാണിച്ചത് ഒരിക്കലും നാം ഇങ്ങനെ അറിയുമെന്നാ ഞാൻ വിചാരിക്കുന്നു. എന്നോട് പറഞ്ഞ അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ നിൽക്ക്, നേരം വേറെ ഇതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങള് രണ്ടാളും ബാത്റൂമില് ഇതാ നെഞ്ചോടിയാ? അങ്ങനെ തന്നെയാ. അങ്ങനെ പോണോന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് പണി തുടങ്ങിയാല് പിന്നെ ആകെ സിമെന്റും പൂജെല്ലായിട്ട് പിന്നെ രസം ഉണ്ടാവൂല, നമുക്ക് ഇന്ന് കളി കഴിഞ്ഞിട്ട് പണിയെടുക്കാം. ഞാൻ പറഞ്ഞ കളി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാനൊക്കെ മൂടണ്ടേ. അത് നീ പ്രശ്നമാക്കണ്ട, ഇന്നത്തെ കൂലി ഞാൻ ഇത് തന്നോളൂ. അനീഷിന്റെ പണിയും നടക്കും, കളിയും. ഇനിയിപ്പോ ഇവര് ഇതിന് മാത്രമാണ് വിളിക്കുവാന്ന് എനിക്ക് പേടി. നല്ലതല്ലേ? നല്ല തന്നെ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കില് എന്റെ അനു, ഞാൻ ഇതുവരെ ഇവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഭയങ്കര സംഭവമാണ് അനു. കാണുമ്പോ അനു ഒന്ന് കുളിക്കാൻ വിളിച്ചെണ്ണ ഉപയോഗിച്ച പോലെ ഇവര് വിളിച്ചെണ്ണല്ല, ഫുള്ള് ഗൾഫിലെ സോപ്പാണ് ഉപയോഗിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കലിന് നേരാന്ന് ബെല്ലടിച്ചു. അപ്പാടെന്തെല്ലാം എടുത്ത് വൃത്തിയാക്കി അപ്പാട് തുടച്ച് തുവാലെടുത്ത് കൊടുത്തപ്പോൾ തൊട്ടപ്പുറം ഡ്രസ്സെല്ലാം ആലെടുത്ത് എന്റെ വന്നിട്ട് കളിക്കാൻ മറ്റപ്പാട് പോയി. പിന്നെ ഞായറാഴ്ച ശല്യം ചെയ്യേണ്ടത് ഇപ്പം വിളിച്ചാ നന്നായി, അല്ലെങ്കിൽ ഞാൻ പേടിച്ച് ഇങ്ങനെ വന്നിട്ട് എന്നാ വേണ്ടെന്ന് വെച്ച് എനിക്ക് അന്നേരം എന്നെ വിളിച്ചു. പേടിയുണ്ട് ഇതുണ്ട്. ഞാനൊന്നല്ല കരുത്, നിങ്ങളെല്ലാം ഭയങ്കര ആൾക്കാർ ഒന്നും അറിയാതെ തന്നെ ഇങ്ങനെയെല്ലാം ആക്കി തന്നില്ലേ. ഇപ്പൊ അനുവും വിളിച്ചില്ലേ, ഇപ്പൊ ഞാൻ വന്നില്ല അനു ദേശാവൂലേ? ഞാൻ പണ്ടേ കളി പഠിപ്പിച്ച ആളല്ലേ ഞാൻ. അതുകൊണ്ടല്ലേ അനു വിളിക്കുമ്പോ വരാന്ന് പറയുന്നു. നീ ഇപ്പൊ എന്റെ അടുത്ത് ഇനി വരണ്ടോണ്ടായിരിക്കും ഡ്രൈവിങ്ങിനും അങ്ങനെ വരുന്നില്ല ക്ലാസ്സിന് വരാണെന്നില്ല വീട്. ഞാൻ പറഞ്ഞില്ലേ പണീന്റെ തിരക്ക്, ഇതെല്ലാം ഞാൻ തന്നെ തീർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവര് വേറെ ആരും വിളിക്കൂല. ഞാൻ ചെന്നാ ഇതെല്ലാം തീർത്ത് തിരക്ക് കഴിഞ്ഞിട്ട് വരാം. ഇനി ഗൾഫിലൊന്നും പോവില്ല, പണിയുണ്ടല്ലോ. ആര് ഗൾഫ് പോവില്ല? ഗൾഫ് പോണ്ടല്ലേ? ഗൾഫിൽ പോവില്ലും ചെയ്യും. ഇതെല്ലാം കാണുമ്പോ ഇനി ഇപ്പഴല്ലേ ഇതെല്ലാം മനസ്സിലാകുന്നു. ഗൾഫിലൊന്നും പോണ്ടെന്ന് അനു പറഞ്ഞാലേ തോന്നുന്നുണ്ട്. പിന്നെ എന്തിനാ ഗൾഫ് പോണു? നാട്ടിൽ തന്നെ എല്ലാം കിട്ടുമ്പോ പിന്നെ ഗൾഫല്ലേ എല്ലാം കിട്ടുമ്പോ പിന്നെ പോണോന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇവര് പുറത്തു പോയിട്ട് ഇവിടെ കാണാതെ കുറെ നേരമായി.
ഇനി മഞ്ഞയാളുമായിട്ട് എന്തെങ്കിലും ഉണ്ടാ അങ്ങനൊന്നും ഉണ്ടാവില്ല. അമ്മോനി അല്ല അങ്ങനെയുണ്ട്. ഗ്യാസ് സോപ്പെല്ലാം തേച്ചിട്ട് പോയതാ. അപ്പുറം വേറെ ബാത്റൂം വേറെ ഉണ്ട്. ഞാൻ തന്നെ പറഞ്ഞേ. അല്ല ഗ്യാസ് സോപ്പെല്ലാം തേച്ച് നല്ല മണത്തിട്ടെല്ലാം പോയതാണ്. പോയി നോക്കേണ്ടി വരുവാ. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ.